ഹലോ മക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന 2024 നീറ്റ് സ്കാമിനെ പറ്റി ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന, അതായത് +1ലും +2ലും പഠിച്ചുകൊണ്ടിരിക്കുന്ന 2025ലും 2026ലും ഒക്കെ നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർ, ഗിവൺ ഇതാണ് സിറ്റുവേഷൻ, NTA ഇതൊക്കെയാണ് ചെയ്തു വെച്ചതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ മാറ്റണം, നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയൊക്കെ മാറ്റണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന എല്ലാ +1 +2 വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. കാരണം അടുത്ത വർഷം ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായാൽ അത് ഫേസ് ചെയ്യാൻ പോകുന്നത്, ഹോപ്പ്ഫുള്ളി അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം, പക്ഷേ അങ്ങനത്തെ സമാനമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഫേസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളായിരിക്കും. സോ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ആൾക്കാരിൽ നിങ്ങൾ എത്തിക്കുക. മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ടേബിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു ടേബിളിലേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം, എന്തായിരുന്നു ആക്ച്വലി ഈ വർഷത്തെ നീറ്റ് എക്സാമിന് നടന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സ്കാം എന്ന് വിളിക്കാൻ കാരണം. ഫസ്റ്റ് കാരണം ഗ്രേസ് മാർക്സ് ആണ്. അതായത് പല കുട്ടികൾക്കും, എത്ര കുട്ടികളാണെന്ന് നമുക്ക് എക്സാക്ട്ലി അറിയില്ല, പല കുട്ടികൾക്കും എക്സ്ട്രാ ഗ്രേസ് മാർക്സ് കൊടുത്തു. അതിൻ്റെ കാരണം NTA സൈറ്റ് ചെയ്യുന്നത് ആ കുട്ടികൾക്ക് സമയം പ്രോപ്പറായിട്ട് കിട്ടിയില്ല, അതായത് ഫുൾ സമയം നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി കിട്ടിയില്ല, പല പല കാരണങ്ങളുമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രേസ് മാർക്സ് ആർക്കൊക്കെ കൊടുത്തു, എത്ര കൊടുത്തു, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്, എങ്ങനെയാണ് ഒരു ഓഫ്ലൈൻ എക്സാമായ നീറ്റിൽ അവർ ആക്ച്വലി ഈ ഒരു ടൈം ഗ്യാപ്പ്, എത്ര ടൈം ലോസ്റ്റ് ആയി എന്നുള്ള ആരും കണ്ടുപിടിച്ചത്, അതിനൊന്നും ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അവർ നൽകിയില്ല. ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. നെക്സ്റ്റ് കാര്യം, 6 ടോപ്പേഴ്സ് 720 ഔട്ട് ഓഫ് 720 ഒരേ സെൻറ്ററിൽ നിന്ന്. ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഇസ് വെരി ലോ. അങ്ങനെ ഒരു കാര്യം നടക്കാനുള്ള ചാൻസ് തീരില്ല. അപ്പോൾ എങ്ങനെ ആ 6 കുട്ടികൾക്ക്, ഒരേ സെൻറ്ററിൽ പഠിച്ച കുട്ടികൾക്ക് കൃത്യം 720 കിട്ടി? അത് ഒരു ഭയങ്കര ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് എത്രയോ വർഷങ്ങൾ എൻട്രൻസ് അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും. നെക്സ്റ്റ് കാര്യം, പേപ്പർ ലീക്കിൻ്റെ അലിഗേഷൻസും വാർത്തകളും നമ്മൾ നീറ്റ് എക്സാമിൻ്റെ ദിവസം മുതൽ കേൾക്കുന്നതാണ്. അത് സംബന്ധിച്ച് പല ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ഇതുവരെ കിട്ടിയില്ല. ആൻഡ് ലാസ്റ്റ് കാര്യം, കട്ട് ഓഫിൽ വന്ന ഹൈക്ക്. അതിൽ വരാൻ പോകുന്ന ഒരു വലിയ ഹൈക്ക് നമ്മുടെ കേരള റാങ്കൊന്നും വന്നിട്ടില്ല ഇതുവരെ. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കേരളത്തിൽ നല്ലൊരു മെഡിക്കൽ കോളേജ് കിട്ടാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് 650 660 കിട്ടിയിട്ട് പോലും കാര്യമുണ്ടാവില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്കാം എന്ന് ഈ വർഷത്തെ നീറ്റിനെ വിശേഷിപ്പിക്കാൻ മെയിനായുള്ള കാരണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം ഇതിന് ഒരു ട്രാൻസ്പെറൻസി ഇല്ല. ഇത് എങ്ങനെ അത് വന്നു, ഇത് ആർക്കൊക്കെ കിട്ടി, എന്ത് അടിസ്ഥാനത്തിൽ കിട്ടി, എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്തത്, ഒരു ട്രാൻസ്പെറൻസിയും അതിൽ അവർ കീപ്പ് ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി NTA അതിന് റിപ്ലൈ തരും. ഹോപ്പ്ഫുള്ളി റീവാലുവേഷൻ എല്ലാ കുട്ടികൾക്കും റീവാലുവേഷൻ നടത്തും. നീറ്റ് അല്ല, റീവാലുവേഷൻ നടത്തും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പല ആൾക്കാരും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി അതിന് ഒരു നമുക്ക് എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്രാവശ്യം +2ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ല +1ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി നീറ്റ് എഴുതാൻ പോകുന്നവർ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടെ ഇതിലുണ്ട്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ, അത് കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷം മാത്രം എടുക്കുക, വർഷങ്ങളിലെ ട്രെൻഡ് സെയിം ആണെങ്കിലും കഴിഞ്ഞ വർഷം മാത്രം നമുക്ക് എടുക്കുകയാണെങ്കിൽ 720 മാർക്സ് കിട്ടിയ കുട്ടിക്ക് ഓബ്വിയസ്ലി ഫസ്റ്റ് റാങ്ക് ആണ് കിട്ടിയത്. കാരണം കഴിഞ്ഞ വർഷവും ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് 720 മാർക്സ് ആയിരുന്നു. ഈ വർഷം ഫസ്റ്റ് റാങ്ക് കിട്ടിയ പല കുട്ടികൾക്കും, അല്ലേ, 69ഓളം കുട്ടികൾക്ക് 720 മാർക്കായിരുന്നു. പക്ഷേ അതിൽ വലിയ ഡിഫറൻസ് കാണില്ല. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ താഴേക്ക് പോയി നോക്കുമ്പോൾ മനസ്സിലാവും, 715 മാർക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ കുട്ടിക്ക് 19 ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്. എന്നാൽ ഈ വർഷം 715 കിട്ടിയ കുട്ടിക്ക് 225 ഓൾ ഇന്ത്യ റാങ്ക്. താഴേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലായി 700, നമുക്ക് 700 നോക്കാം. 347 ആയിരുന്നു കഴിഞ്ഞ വർഷം 700 കിട്ടിയ കുട്ടികളുടെ ഓൾ ഇന്ത്യ റാങ്കെങ്കിൽ ഈ വർഷം അത് 2250. അങ്ങനെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ വർഷത്തിൽ സേഫ് സ്കോർ അല്ലെ എന്നൊക്കെ, ഒരു ഓൾ ഇന്ത്യ സീറ്റ്, മെഡിക്കൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സേഫ് സ്കോർ എന്ന് കൺസിഡർ ചെയ്ത ഒരു 605 അല്ലെ 610 ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് തന്നിരുന്ന റാങ്ക് നിങ്ങളുടെ താഴെ കാണുന്നുണ്ടാവില്ല, ഞാൻ കാണിച്ചു തരാം. 26,000 റാങ്ക് ആണെങ്കിൽ അതേ മാർക്ക്, അതായത് 600ൻ്റെ മുകളിലുള്ള മാർക്കാണ് ഞാൻ പറയുന്നത്, ഈ വർഷം നിങ്ങൾക്ക് തരാൻ പോകുന്ന റാങ്ക് ഇറ്റ് ഈസ് ഓൺലി 76,000. 606 അല്ല 605 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 26,000 റാങ്ക് കിട്ടുള്ളൂ. അതായത് ബേസിക്കലി ആ കുട്ടിക്ക് എന്താണ്, എവിടെയും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. ഒരു ഗവൺമെൻറ് കോളേജിലും ഓൾ ഇന്ത്യ ബേസിസിൽ പോലും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അപ്പം ഈ ഒരു ബേസിക്കലി എന്താ സംഭവിച്ചത്, മാർക്കിലെ ഇൻഫ്ലേഷൻ, എല്ലാ കുട്ടികൾക്കും മാർക്ക് കൂടി. ഇതിൻ്റെ കാരണം കംപ്ലീറ്റ്ലി ഈ ഒരു സ്കാം, ഈ ഗ്രേസ് മാർക്സ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ, പേപ്പർ ലീക്ക്, അതിലേക്ക് മാത്രം നമുക്ക് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, നമുക്കറിയില്ല.
കാരണം നമുക്കറിയില്ല എത്ര കുട്ടികൾക്ക് ഗ്രേസ് മാർക്സ് കൊടുത്തിട്ടുണ്ട്. അത് പല സോഴ്സസും പറയുന്നുണ്ട് 1500 1600 പറയുന്നുണ്ട്. പക്ഷേ അത് ആക്ച്വലി 1000 ആയിരുന്നോ, 50 കുട്ടികളായിരുന്നോ, 100 കുട്ടികളായിരുന്നോ, അല്ലെ 10,000 കുട്ടികളായിരുന്നോ, 20,000 കുട്ടികളാണോ, 1,00,000 കുട്ടികളാണോ എന്ന് നമുക്ക് അറിയില്ല. ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഇതിന് നമുക്കൊരു എക്സ്പ്ലനേഷൻ കിട്ടും. പക്ഷേ ലേറ്റസ്റ്റ് സോഴ്സസ് പറയുന്നത് അത് 1000 to 2000 റേഞ്ചിൽ വരുന്ന കുട്ടികൾക്കാണ് ആ ഒരു ഡിഫറൻസ് വന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത്രയും എങ്ങനെ ഉയരുക? 1000 പേർക്ക് 2000 പേർക്കാണ് മാർക്ക് കൂട്ടി കൊടുത്തെങ്കിലും ഇത്രയും ഡിഫറൻസ് എന്താണ് ഒരിക്കലും വരാൻ പറ്റില്ല. അപ്പോൾ അവിടെ രണ്ടാമത്തെ കാര്യം വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ പേപ്പർ ലീക്ക്, അങ്ങനെ പല പല കാരണങ്ങളും നമുക്കിതിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യാമെങ്കിലും ഈ കാരണങ്ങളൊക്കെ നമ്മൾ ഫാക്ടർ ഇൻ ചെയ്താൽ പോലും ഈ വർഷത്തെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത് പേപ്പർ ഈസി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈസിയർ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് കാര്യം, കുട്ടികളുടെ പ്രിപ്പറേഷൻ ലെവലും കൂടി, കോമ്പറ്റീഷൻ കൂടി, ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കോമ്പറ്റീഷൻ കൂടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കുറേ കുട്ടികൾക്കും 700-ൽ പരം മാർക്കുകൾ ഇന്നേ വരെ കിട്ടാത്ത ഒരു സ്കെയിലിൽ കിട്ടിയത്. അപ്പോൾ അവർക്കൊക്കെ ഗ്രേസ് മാർക്ക് കിട്ടിയതുകൊണ്ടാണോ? അല്ല. അവർക്കൊക്കെ പേപ്പർ ലീക്കായി കിട്ടിയതുകൊണ്ടാണോ? ഹോപ്പ്ഫുള്ളി അല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അതങ്ങനെ അല്ല എങ്കിൽ ക്ലിയർലി കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്, കുട്ടികളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻസ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത് എന്നുള്ളൊരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇതൊരു കൺക്ലൂസീവായിട്ട് പറയാനുള്ള സമയത്തല്ല. തീർച്ചയായിട്ടും NTA ഭാഗത്തുനിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ, അല്ലെ NTA ഭാഗത്തുനിന്ന് വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വരുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിൽ ഈ ഒരു സ്കാം മൂലം ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ എൻ്റെ ഊഹം ഇറ്റ് ഈസ് നോട്ട് മോർ ദാൻ 2000-3000 എന്നാണ് എൻ്റെ ഊഹം മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴും നെക്സ്റ്റ് ഇയറൊക്കെ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സ്കാമും എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുകയാണെങ്കിൽ പോലും, ഓക്കെ, ഇതൊന്നും നടന്നില്ലെങ്കിൽ പോലും ക്ലിയർലി ഈ ഒരു ഡിഫറൻസ് ഇത്രയും ഇല്ലെങ്കിലും, ഇത്രയും എൻലാർജ് ആയിട്ട് ഇത്രയും മാഗ്നിറ്റ്യൂഡിൽ കാണുന്നില്ലെങ്കിലും നിങ്ങൾ കാണും ഒരു ഡിഫറൻസ് ഉണ്ട്. കോമ്പറ്റീഷനിൽ ഡിഫറൻസ് ഉണ്ട്, കുട്ടികളുടെ പ്രിപ്പറേഷൻ ലെവലിൽ ഡിഫറൻസ് ഉണ്ട്. പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൻ്റെ കോച്ചിങ് അവൈലബിൾ ആയതുകൊണ്ടുള്ള ആ ഡിഫറൻസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മിഡ് ലെവലിലൊക്കെ ഒബ്വിയസ്ലി ഓൺലൈനിൽ പ്രിപ്പയർ ചെയ്ത കുട്ടികൾ ഓൾ ഇന്ത്യ റാങ്ക് 10ഉം 5ഉം 1ഉം എന്നും വാങ്ങിയെന്നല്ല ഞാൻ പറയാം. അത് ഒബ്വിയസ്ലി ഔട്ട്ലയേഴ്സ് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ ഒരു റേഞ്ചിലൊക്കെ കൂടുതലും ഓൺലൈൻ പ്രിപ്പയർ ചെയ്ത കുറേ കുട്ടികൾ എന്താണ് കയറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള കോമ്പറ്റീഷൻ ഇൻക്രീസ് വളരെ യാഥാർത്ഥ്യമായുള്ളൊരു കാര്യമാണ്. ഇനി ഇതിൽ നിന്ന് +2-ൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. മക്കളെ, നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ, എനിക്കറിയില്ല ഓരോ കുട്ടികൾക്കും നീറ്റ് എക്സാം എത്രത്തോളം ആഗ്രഹമാണ് എന്നെനിക്കറിയില്ല. ചിലവർക്ക് വളരെ ആഗ്രഹമായിരിക്കും, കാരണം അവർക്ക് ഡോക്ടറായേ പറ്റുന്നുണ്ടാവുള്ളൂ, പല റീസൺസും ഉണ്ട്. ചിലവർക്ക് അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, നീറ്റ് എക്സാം എഴുതി ഡോക്ടറാവുക, ഇറ്റ് ഇസ് എ ഗുഡ് പ്രൊഫഷൻ, റെസ്പെക്റ്റബിൾ പ്രൊഫഷനാണ്, സേഫാണ്, അതിനെപ്പറ്റി അറിയാം. ഓക്കെ, അതുകൊണ്ട് നീറ്റ് എക്സാം എഴുതുന്നു. പിന്നെ അത്യാവശ്യം കഴിവൊക്കെ ഉണ്ട് പഠനത്തിൽ, അക്കാഡമിക് മികവുകളുള്ളതുകൊണ്ട് പരീക്ഷ എഴുതുന്നു, അങ്ങനെ തീരുമാനിക്കുന്നവരായിരിക്കാം. ചിലവർക്ക് ഇതിനെപ്പറ്റി പ്രൊഫഷനെ പറ്റി ഒന്നും കാര്യമായിട്ട് അറിയണ്ട, പക്ഷേ നീറ്റ് ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് വന്ന ഒരു പ്രഷർ എന്ന് പറയില്ല, പക്ഷേ ഫാമിലിയിൽ നിന്ന് ഒരു സജഷൻ അല്ലെ ഒരു ഐഡിയ മനസ്സിൽ കയറി പറ്റിയതുകൊണ്ടാവാം. എന്താണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് എൻഷുർ ചെയ്യേണ്ട കാര്യം, യു ഷുഡ് ഹാവ് എ ബാക്കപ്പ് ഓപ്ഷൻ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഒരു ബാക്കപ്പ് ഓപ്ഷനെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം മക്കളെ, നിങ്ങൾക്ക് നീറ്റ് കിട്ടുമോ കിട്ടില്ലയോ എന്നല്ല ഞാൻ പറയുന്നത്, അത് തീരുമാനിക്കാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല. പക്ഷേ നീറ്റ് ഈസ് ബിക്കമിങ് മോർ ഡിഫിക്കൽട്ട് ടു ക്രാക്ക് ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് മോർ കോമ്പറ്റേറ്റീവ്. കൂടുതൽ കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ക്ലിയറാണ് ഈ സ്കാം മാറ്റി നിർത്തിയാൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഇറ്റ് ഈസ് നോട്ട് നെസസറി, ഗിവൺ അല്ല നിങ്ങൾക്ക് കിട്ടും സീറ്റിൽ നിന്ന്. കാരണം കോമ്പറ്റീഷൻ അത്രയും, നിങ്ങൾ മാത്രമല്ല പ്രിപ്പയർ ചെയ്യുന്നത്, എത്രയോ പേര് ആഗ്രഹിച്ച് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ബാക്കപ്പ് ഓപ്ഷൻ നിങ്ങൾ കരുതണം. എന്തെങ്കിലും ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അല്ല. ബാക്കപ്പ് ഓപ്ഷൻസ് എന്തുകൊണ്ട് നന്നായിക്കൂടാ? നല്ല ബാക്കപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ പല കുട്ടികളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, നീറ്റ് കിട്ടിയില്ല ഡിഗ്രിക്ക് പോകും. എന്തിനാണ് ഡിഗ്രിക്ക് പോകുമെന്ന് പറഞ്ഞ് നിർത്തുന്നത്? എവിടെ ഡിഗ്രിക്ക് പോകും? ഏത് കോഴ്സിന് പോകും? അതിന് ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഡിഗ്രിക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഏത് പരീക്ഷ എഴുതാൻ പറ്റും? ഫോർ എ പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാം, CUT എന്ന് പറഞ്ഞ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് ആക്ച്വലി സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ല നല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജസിൽ നിങ്ങൾക്ക് വളരെ സ്കോപ്പോട് കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും.
അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഒരു നല്ല ഓപ്ഷനും കൂടി ആയിക്കൂടെ? എന്തിനാണ് എപ്പോഴും ബാക്കപ്പ് ഓപ്ഷൻ ഒരു മോശം ഓപ്ഷനുള്ള പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പോൾ സീരിയസ്ലി നിങ്ങളൊരു നല്ല ബാക്കപ്പ് ഓപ്ഷൻ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുവെക്കുക. പിന്നെ ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബാക്കപ്പ് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മെയിൻ ഓപ്ഷൻ നീറ്റിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മോട്ടിവേഷൻ പോകും, ഒന്നും ബാക്കപ്പ് ഇല്ലാണ്ട് പഠിച്ചാൽ എനിക്ക്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അത് ചിലപ്പോൾ നീറ്റിലെയോ അല്ല ജെയിലെ ടോപ്പേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ അത് ടോപ്പേഴ്സിൻ്റെ മാത്രമല്ലേ ഇൻ്റർവ്യൂ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അതേ കേൾക്കുള്ളൂ. ഓക്കെ, ആക്ച്വലി ഈ ജെയ്യോ നീറ്റോ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവരുടെ ഇൻ്റർവ്യൂ എടുക്കില്ല. ഇൻ്റർവ്യൂ എടുത്തിട്ട് അവർ പറയായിരുന്നു, അയ്യോ എന്തെങ്കിലും ബാക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫ് വെറുതെ ഇങ്ങനെ ഡിലേ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് അവർ പറയും. പക്ഷേ അവരുടെ ഇൻ്റർവ്യൂ ആരും എടുക്കാൻ പോകുന്നില്ല. സോ ഓൾവേസ് വളരെ ലോജിക്കലായുള്ള കാര്യമാണ് ബാക്കപ്പ് ഓപ്ഷൻ എടുക്കുക. ആ ബാക്കപ്പ് ഉള്ളതുകൊണ്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ നീറ്റ് ഓപ്ഷൻ, നിങ്ങളുടെ പ്രൈമറി, നിങ്ങളുടെ നീറ്റാണോ ജെയ് ആണോ വോട്ടെവർ, അതിൽ നിങ്ങളുടെ സീരിയസ്നെസ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, അതിൻ്റെ പ്രിപ്പറേഷൻ കുറയാനൊന്നും പോകുന്നില്ല. ഓക്കെ, പല വേറെ കാരണങ്ങളുണ്ടാകും. പക്ഷേ നിങ്ങൾ ബാക്കപ്പ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനൊന്നും ഒരിക്കലും എന്താണ് കുറയാൻ പോകുന്നില്ല. അങ്ങനെ അത്രയും ചൈൽഡിഷ് ബ്രെയിൻ ഒന്നല്ലല്ലോ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ. അത്രയെങ്കിലും ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എനിവേ ബാക്കപ്പ് ഓപ്ഷൻസ് ഉണ്ടാവണം തീർച്ചയായിട്ടും. അത് നല്ല ഓപ്ഷൻസും കൂടിയാണെന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. എല്ലാവരും ഡിഗ്രിക്ക് പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പല ഇൻട്രസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ചിന്തിക്കുക, അതിൽ നല്ല ഓപ്ഷൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ബാക്കപ്പ് ഓപ്ഷൻസ് വെക്കും മക്കളെ. എന്നിട്ട് നിങ്ങൾ ഈ നീറ്റ് പരീക്ഷ എഴുതൂ. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ പിന്നീട് ഉണ്ടാവില്ലേ ഈ പരീക്ഷ കിട്ടിയില്ലെങ്കിൽ പോലും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, വീണ്ടും ആലോചിക്കേണ്ട കാര്യം. അത് ഇത്രയും എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് 630 മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടില്ല. അതല്ല അവസ്ഥ. 630 മാർക്ക്, ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ഗെറ്റ്. ഈസി പേപ്പർ ആയിരുന്നു, പക്ഷേ 630 മാർക്ക് കിട്ടാൻ നല്ല ഡിഫിക്കൽട്ടായി, നല്ല കഷ്ടപ്പെട്ട കുട്ടികൾക്ക് അത്ര കിട്ടുള്ളൂ. അപ്പം അത്ര പോലും ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പം എന്തുകൊണ്ട് ബാക്കപ്പ് ഓപ്ഷൻ വെക്കാതിരിക്കണം? നിങ്ങൾ വെക്കണം. ഓക്കെ, സ്നേഹമുള്ളതുകൊണ്ട് പറയാണ്. റെഡി. നെക്സ്റ്റ് കാര്യം, ഈ പരീക്ഷ ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ? പരീക്ഷ മാറ്റി നിർത്തുക, നീറ്റ് എക്സാം നിങ്ങൾ എഴുത്. നിങ്ങൾക്ക് ശരിക്കും ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടോ? ശരിക്കും ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ. അടുത്ത ചോദ്യം, ഒരു ഡോക്ടർ എന്തൊക്കെയാണ് ചെയ്യുക? ഒരു ഡോക്ടറിൻ്റെ ലൈഫിലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്? നല്ല കാര്യങ്ങൾ എന്താണ്? ഡിസഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? പ്രാക്ടിക്കലി നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? പ്രാക്ടിക്കലി എന്ന് പറയുമ്പോൾ ആക്ച്വൽ പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എങ്ങനെ മനസ്സിലാക്കാം? ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിലോ ഡോക്ടറിൻ്റെ അവരോട് സംസാരിക്കാം. അതല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്താണ്? യൂട്യൂബിൽ കിടപ്പുണ്ട്, സെർച്ച് ചെയ്യുക. അഡ്വാൻറ്റേജസ് ഓഫ് MBBS, ബിക്കമിങ് എ ഡോക്ടർ, ഡിസഡ്വാൻറ്റേജിന് ഒരു ഇഷ്ടം പോലെ ഡോക്ടേഴ്സ് ചെയ്ത വീഡിയോസ് ഉണ്ട്. ചിലത് ബയസ്ഡ് ആയിരിക്കും. ആ ബയസ് ഒഴിവാക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ വീഡിയോസ് ഇരുന്ന് വർക്ക് ചെയ്യും നിങ്ങൾ. എന്നിട്ട് ആക്ച്വലി സ്റ്റഡി ചെയ്യുക എങ്ങനെയാണ് ഒരു ഡോക്ടറിൻ്റെ ലൈഫ് ഉണ്ടാകുക. കാരണം നിങ്ങൾ അവസാനം നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടല്ലോ നിങ്ങൾ പഠിക്കുന്നത്, കഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് MBBS ചെയ്തിട്ട് അതിനുശേഷം MD ഒക്കെ എടുത്തിട്ട് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളൊക്കെ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി വേണ്ടി ഒരു 10-12 വർഷം പഠിച്ചിട്ട് നിങ്ങൾ ആക്ച്വൽ ഡോക്ടറാവാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ പരീക്ഷ ഇത്രയും കഷ്ടപ്പാടെടുക്കുന്നത്. അപ്പോൾ എന്താണ് ആക്ച്വലി 12 വർഷം അല്ലെങ്കിൽ 11 വർഷം കഴിയുമ്പോൾ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കൂ. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണോ? നിങ്ങളിപ്പോൾ ഒരു പ്രത്യേക മെൻറ്റാലിറ്റിയിലായിരിക്കും ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ അതാണോ അവസാനം കിട്ടാൻ പോകുന്നത്? ഫൈൻഡ് ഔട്ട്. എന്നിട്ട് റീവാലുവേറ്റ്, മാറ്റാനല്ല പറയുന്നത്, റീവാലുവേറ്റ്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ചിലപ്പോൾ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്, ഓക്കെ അതൊക്കെ എല്ലാം സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടായതായപ്പോൾ ഇതിനെ വെറുതെ ഈ പരീക്ഷയ്ക്ക് പുറകെ പോകുന്ന വേറെ അടുത്ത ഓപ്ഷൻസ് നോക്കൂ. ഇത് മാത്രമല്ല ലൈഫിലുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, ഓക്കെ എനിക്ക് 100% അറിയില്ല, പക്ഷേ എന്നാലും എനിക്ക് ഡോക്ടർ എന്ന പ്രൊഫഷനോട് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് അറിയുമ്പോഴും എനിക്ക് ഇതിനോട് താല്പര്യം കുറച്ചൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ. പക്ഷേ കീപ്പ് എ ബാക്കപ്പ് ഓപ്ഷൻ. കാരണം ചിലപ്പോൾ നിങ്ങൾ +2 കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുകയാണ്, വേണ്ട എന്ന് തോന്നുകയാണ്, യു ഷുഡ് ഹാവ് എൻ ഓപ്ഷൻ. ഇനി ഇതൊക്കെ കേട്ടിട്ടും ഡിസഡ്വാൻറ്റേജ് ഒക്കെ കേട്ടിട്ടും എനിക്ക് ഇതിൻ്റെ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ നന്നായി പഠിക്കും. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. കാരണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. കാരണം നിങ്ങൾ ആലോചിച്ചു, 630 കുട്ടിക്കും 665 കിട്ടിയ കുട്ടിയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എങ്കിൽ പോലും ആ കുട്ടി കിട്ടിയില്ല. അപ്പോൾ ഇറ്റ് ഈസ് ബെയർ മിനിമം ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഡസ് നോട്ട്, ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നീറ്റിലോ അല്ലെ ജെയിലോ വോട്ടെവർ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഹാർഡ് വർക്ക് ഗ്യാരണ്ടി ചെയ്യില്ല സക്സസ്. എന്നാൽ സക്സസിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണോ? ഒബ്വിയസ്ലി ചെയ്യണം, പക്ഷെ ഇത് ഗ്യാരണ്ടി ചെയ്യില്ല. അപ്പോൾ ഏറ്റവും മിനിമം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. കാരണം ഇതില്ലാണ്ട് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അത് +2 തന്നെ ചെയ്തു തുടങ്ങണം. അത് പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചെയ്യും എന്നൊന്ന് വിചാരിച്ചിരുന്നതിന് കാര്യമില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളിപ്പോൾ പഠിക്കുന്നില്ല, +1 +2 അല്ലെ +2 മാത്രം പഠിച്ച് വരുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ പഠിച്ചിട്ടാണ് ഒരു കുട്ടി റിപ്പീറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പറ്റുമോ? നിങ്ങളെ കൊണ്ട് താങ്ങുമോ?
അപ്പോൾ ആ കുട്ടിക്ക് വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും ഉണ്ടാവും, നിങ്ങൾക്ക് ഡിസഡ്വാൻറ്റേജ്. സോ സീരിയസ്ലി നിങ്ങൾക്ക് ഇതൊക്കെ റീവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നീറ്റ് തന്നെയാണ് വേണമെങ്കിൽ നിങ്ങൾ പ്ലസ് ടു നന്നായി പഠിക്കൂ. അത് ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ വേറെ, നന്നായി പഠിക്കൂ. ഫസ്റ്റ് ടൈം കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു വർഷത്തെ നോളേജെങ്കിലും ഉണ്ടാവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ. അത് മേക്സ് എ ഹെൽ ലോട്ട് ഓഫ് എ ഡിഫറൻസ്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നുണ്ടോ, പ്ലസ് ടുവിന് നന്നായി നീറ്റിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക. അത് ചെയ്യുന്നില്ല, ചെയ്തില്ലെങ്കിൽ കോമ്പറ്റീഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പം സമറൈസ് ചെയ്യാൻ വേണ്ടി മക്കൾ ഇത്രേ പറയുന്നുള്ളൂ. റീതിങ്ക്, ഇത് തന്നെയാണോ നിങ്ങൾക്ക് വേണ്ടത്? അതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ഓബ്വിയസ്ലി യു ഹാവ് ടു റിസർച്ച്. ഇഷ്ടം പോലെ സോഴ്സസ് ഉണ്ട് യൂട്യൂബിലൊക്കെ, റിസർച്ച് ചെയ്യുക, ഫൈൻഡ് ഔട്ട്. രണ്ടാമത്, നിങ്ങൾക്കിത് സീരിയസ്ലി വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ കൊടുത്തേ തീരുള്ളൂ. മാക്സിമം കൊടുത്തിട്ടും ചിലപ്പോൾ കിട്ടാതെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ വീണ്ടും ചെയ്താൽ കിട്ടാനുള്ള സാധ്യത എപ്പോഴാണ് കൂടുതൽ? നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾ ഒന്നും നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതെ പിന്നീട് പോയി റിപ്പീറ്റ് ചെയ്ത് പഠിച്ചെടുക്കാം എന്നാണ് നിങ്ങൾ പ്രതീക്ഷയെങ്കിൽ മക്കളെ കിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എപ്പോഴും ഔട്ട്ലയേഴ്സ് ഉണ്ടാവും, എപ്പോഴും സർപ്രൈസസ് ഉണ്ടാവും. പക്ഷെ ആ കിട്ടാനുള്ള പ്രോബബിലിറ്റി എക്സ്ട്രീംലി ലോ ആയിരിക്കും, പ്രത്യേകിച്ച് ഗിവൺ ദി ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓണസ്റ്റായിട്ട് പ്ലസ് 2 വിദ്യാർത്ഥികൾ, ഇത്രയും പ്രായമായി നിങ്ങൾ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കരിയറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും നിങ്ങൾ ഈ പ്ലസ് 2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് എവിടെ പഠിക്കും, എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഓണസ്റ്റായിട്ട് ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ചെയ്തത്, അല്ലാണ്ട് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫെല്ലോ എല്ലാ സ്റ്റുഡൻസിനും ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഈ നീറ്റ് അല്ലെ ജെഇനെ പറ്റിയിട്ട് ആലോചിക്കുന്നവർക്ക് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതിനും ഈ വീഡിയോ ഇതുപോലത്തെ മൾട്ടിപ്പിൾ നീറ്റ് സ്കാമിനെ എക്സ്പോസ് ചെയ്തുള്ള പല വീഡിയോസും ഓൾ ഇന്ത്യ ലെവലിലും കേരള ലെവലിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. അത്ര മാത്രമേ പറയാനുള്ളൂ മക്കളെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.